ഒരു ജോലി സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഇവരായിട്ട് കാരുണ്യം കൊണ്ട് അത് നിർത്തി തന്നു. അത് ജനങ്ങളാണ് ഈ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എല്ലാരും പറയുന്നത് ഏതു കാരണമാണ് അവര് തോറ്റത്, അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് ജനങ്ങളെ എന്നെ പോലത്തെ എത്രയോ ആളുകളെ ദ്രോഹിച്ചിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ജനങ്ങൾ, അല്ലാതെ എന്റെ ബ്രാക്കോ ഓരോരുത്തർ പറയുന്നത് നിന്റെ ബ്രാക്ക് കാരണമാണ് ഇന്ന് സുഖമായിട്ട് ഉറങ്ങും. നമ്മൾ അങ്ങനെ ആരെയും ബ്രാവാനും അങ്ങനെ ഒരു മനസ്സല്ല. ശരിക്കും ആഗ്രഹിച്ചിരുന്നോ CPM അല്ലെങ്കിൽ LDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഭരണം നിലനിർത്തണം കോർപ്പറേഷൻ എന്ന് ആഗ്രഹിച്ചിരുന്നു? അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കൂലല്ലോ. നമ്മുടെ അനുഭവമല്ലേ. അവര് ഒന്നാമത് ഇപ്പോഴേ എന്നെ നല്ല രീതിയിൽ ദ്രോഹിച്ച ആൾക്കാരാണ്. ഒരു പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ തൊഴിലാളി ദിനത്തിന്റെ അന്ന് തന്നെ എന്റെ ജോലി എനിക്ക് നഷ്ടമാവുകയാണ്. അതും ഞാൻ മനസാവാച കർമ്മണ ചെയ്യാത്ത കുറ്റം. റിസൾട്ട് വന്നപ്പോ എന്ത് തോന്നുന്നു? ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. അവരെ വിജയം തന്നെയാണ്. ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടി എന്നുള്ള അർത്ഥമോ ഇതിൽ നിന്ന് മനസ്സിലായത്. ഒറ്റയ്ക്കാണ് ഞാൻ കേസ് പറഞ്ഞതും കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് കേസിന്റെ ഇതിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന്റെ മുഴുവൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്. അപ്പം മെമ്മറി കാർഡ് പോയതിൽ നമുക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം വണ്ടി ഡിപ്പോയിൽ തിരിച്ചെത്തുന്നവരെ ഈ കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ടായിരുന്നു. കണ്ടക്ടർ നേരെ റഹീമിനെയാണ് വിളിച്ചത്. അപ്പൊ അതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവരെല്ലാരും ഗൂഢാലോചന പ്രകാരമായിരിക്കും മെമ്മറി കാർഡ് പോയത്. എനിക്കുള്ള വലിയൊരു തെളിവാണ് ഇവർ നശിപ്പിച്ചത്. പാവപ്പെട്ടവന്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരെ ഈ കോർപ്പറേഷന്റെ ഇത് കയ്യിൽ നിന്ന് പോയത്. അത് പോയതിൽ മെയിൻ പങ്ക് മേയർ ആവാനാണ് സാധ്യത. അവരെ അധികാരത്തിന്റെ ഒരു ഉങ്കും ചെറിയവനെന്നാണ് നമ്മളൊരു ചെറിയ പുച്ഛത്തോടെയാണ് കാണുന്നത് ബാക്കിയുള്ള ജനങ്ങളെ. അതുകൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പൊ തന്നെ എന്നെ കുടിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ, മാന്യമായിട്ടാണ് ആ സ്ത്രീയുടെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ചിട്ട് പോലും ഈ ബസ് ഇത്രയും പൊക്കത്തിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയിൽ ഹാങ്ങിങ് കാണിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങളും പൊട്ടന്മാരാണ്, നമ്മളും പൊട്ടന്മാരാണ്. ഇത് ഇവർ ഉണ്ടാക്കി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. സപ്പോർട്ടായിട്ടുള്ള ആകെ വക്കീലും കോടതിയും മാത്രമേ ഇനി രക്ഷയുള്ളൂ. പോലീസുകാരൊന്നും ഇവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കും. പക്ഷെ ഭരണം അവരുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നീതി എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കുകയേ വേണ്ട. നീ വണ്ടി ഓടിക്കണം. നീ എന്റെ ഫ്രണ്ടില് 2 പ്രാവശ്യം വണ്ടി ആരും കാണിക്കുന്നു. അറിയില്ലേ ഞങ്ങള് രണ്ടുപേരും നിങ്ങളുടെ പ്രശ്നത്തിലില്ല. നിങ്ങൾ വെറുതെ ഇടപെട്ട് നിങ്ങളുടെ പ്രശ്നത്തിലില്ല. ഇയാളുമായിട്ടാണ്